ഹായ്, അപ്പം നമ്മൾ 5th വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിലാദ്യം ഒരു ഡെഫിനേഷൻ നോക്കാം. പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു എൻ സർഫസ് ഉണ്ട്. എസ് എന്നതിൻ്റെ പേര്, പി ക്യു എന്ന് പറഞ്ഞാൽ അകത്ത് പോയിൻറ്റ്സ് ആണ്. പാരാമെട്രൈസ്ഡ് കർവായിട്ട് നമ്മൾ ആൽഫേനെ എടുക്കുന്നുണ്ട്. എ ബിയിൽ നിന്ന് എസിലേക്കുള്ള പാരാമെട്രൈസ്ഡ് കർവ്, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് എസിലേക്ക്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാപ്റ്ററിൻ്റെ തുടക്കം മുതലേ നമ്മൾ പറയുന്നത് ആൽഫ ഓഫ് എ എന്താണ്? പി ആണ്. ആൽഫ ഓഫ് പി എന്ന് പറയുന്നത് ക്യൂ ആണ്. By the smoothness of a map alpha defined on a closed interval, we mean that alpha is restriction to AB of a smooth map from some open interval containing AB to S. ഒന്നുമില്ല, സ്മൂത്ത്നെസ് ആയതുകൊണ്ട് സ്മൂത്ത്നെസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആൽഫ എന്ന് പറയുന്നത് എന്താവുക, നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന എസിലേക്കുള്ള ഒരു മാപ്പാണ് പറയുന്നത്. പക്ഷേ ആ ക്ലോസ്ഡ് ഇൻ്റർവലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിൽ നിന്ന് എസിലേക്കുള്ള മാപ്പായിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈച്ച് പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ പാരാമെട്രൈസ്ഡ് കർവ്. അതിന് നമ്മൾ വേറൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്, പി ആൽഫ എന്നുള്ള പേരിൽ. ആൽഫ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി പി ആൽഫ എന്ന് പറയുന്നൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. എവിടെ നിന്നാണ്? എസ് പിയിൽ നിന്ന് എസ് ക്യൂയിലേക്ക്. ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഓഫ് എ പി ആണ്, ആൽഫ ഓഫ് ബി ക്യൂ ആണ്. അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് പിയും എൻഡിങ് പോയിൻ്റ് ക്യൂ ആണ് ആൽഫയുടെ. ആ പിയും ക്യൂവും പോയിൻറ്റ്സ് ആക്കിക്കൊണ്ട് അതിൻ്റെ ടാൻജൻറ്റ് സ്പേസുകളായിട്ടുള്ള എസ് പിയും എസ് ക്യൂയിലേക്ക്, എസ് പിയിൽ നിന്ന് എസ് ക്യൂയിലേക്ക് വേറൊരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് പി ആൽഫ എന്നുള്ളതാണ്. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആൽഫ ഓഫ് വി, നമ്മൾ മാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് പിയിൽ നിന്നാണ്. ഡൊമെയിൻ എസ് പി ആണ്. എസ് പി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസ് ആണ്, അവിടെ ടാൻജൻറ്റ് വെക്ടേഴ്സ് ആണ്. ജനറലി നമ്മൾ ആ വെക്ടേഴ്സിനെ വി എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. സോ പി ആൽഫ ഓഫ് വി ദാറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ഓഫ് ബി. ഇപ്പോൾ ക്യാപിറ്റലും സ്മോളും നമ്മൾ, സ്മോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെക്ടറാണ്. പക്ഷേ ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ അതൊരു വെക്ടർ ഫീൽഡായിട്ട് മാറിയെന്ന് മാത്രം. അപ്പോൾ വി ബിലോങ്സ് ടു എസ് പി ആൻഡ് ക്യാപിറ്റൽ വി ഈസ് ദ യൂണീക്ക് പാരലൽ വെക്ടർ ഫീൽഡ് അലോങ് ആൽഫ. ആൽഫ കൂടെ പോകുന്ന ഒരു വെക്ടർ ഫീൽഡാണ് ക്യാപിറ്റൽ വി. അത്രയും ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ പി ആൽഫ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. പി ആൽഫ ഓഫ് വി, ഒരു വി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിട്ട് വരും? ക്യാപിറ്റൽ വി ഓഫ് ബി ആയിട്ട് വരും. ഓക്കെ, വി ഓഫ് ബി. അത് മാത്രം ആലോചിച്ച് വയ്ക്കുക. ഇതിൽ വി ഓഫ് എ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മോൾ വി തന്നെയാണ്. താഴെ എഴുതിയിട്ടുണ്ട് വി ഓഫ് എ ഈക്വൽ ടു സ്മോൾ വി ആയിരിക്കും. ക്യാപിറ്റൽ വി ഓഫ് ബി ആണ് നമ്മുടെ ഇക്വേഷനകത്തത് പാരലൽ ട്രാൻസ്പോർട്ടിൻ്റെ വാല്യൂ വരുന്നത്, ക്യാപിറ്റൽ വി ഓഫ് ബി. ഇതിനാണ് നമ്മൾ പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. താഴെ കാണുന്ന ഒരു തിയറം ഉണ്ടല്ലോ, അതായത് ഈ പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ഐസോമോർഫിസം പ്രിസർവ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ അത് ചോദിക്കാൻ, അത് അല്ലാതെ ഈ പാരലൽ ട്രാൻസ്പോർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് ആകെ ഒറ്റ തിയറം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെക്ടർ സ്പേസ് ഐസോമോർഫിസം പ്രിസർവ് ചെയ്യുമെന്ന് പറയുക അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഐസോമോർഫിസ് ആണല്ലേ, വെക്ടർ സ്പേസ് ഐസോമോർഫിസ് ആണ്. ഐസോമോർഫിസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 1 1 1 2. പിന്നെ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് പി ആൽഫ എന്ന് പറയുന്നതാണല്ലോ പാരലൽ ട്രാൻസ്പോർട്ട്, അത് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 1 1 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, അതായത് പി ആൽഫ ഓഫ് വി ഡോട്ട് പി ആൽഫ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു വി ഡോട്ട് ഡബ്ല്യു ആണെന്നും പ്രൂവ് ചെയ്യണം. ഈ അതായത് ഇപ്പോൾ തിയറത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 3 എണ്ണമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരു ലൈൻ മാത്രമേ തരുള്ളൂ. പാരലൽ ട്രാൻസ്പോർട്ട് prove that parallel transport preserve vector space isomorphism. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും? ഈ 3 കാര്യങ്ങളും പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ്, ഐസോമോർഫിസം മാത്രമല്ല ഡോട്ട് പ്രൊഡക്റ്റും പ്രിസർവ് ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് 3ാമത്തെ കാര്യം. അപ്പോൾ ഓക്കെ, നമുക്ക് പി ആൽഫ ആദ്യം ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതൊരു ഫംഗ്ഷനും ലീനിയർ ആണെന്ന് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക? എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം എഫ് ആണ് ഫംഗ്ഷൻ വിചാരിച്ചു, എഫ് ഓഫ് സി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ്
പ്ലസ് എഫ് ഓഫ് വൈ. ഇതാണ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷനകത്ത് നമ്മൾ ആ സി എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ സി വി പ്ലസ് ഡബ്ല്യു എന്താ വെച്ചാൽ അതിട്ട് കൊടുക്കുക. അഡീഷനിലും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും അത് ലീനിയർ ആണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈക്ക് പകരം നമ്മൾ വിയും ഡബ്ല്യു എടുക്കുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു, വെക്ടർ സി വി പ്ലസ് ഡബ്ല്യു എന്ന് വി ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എസ് പിയിൽ നിന്ന് എടുത്തു. കാരണം എസ് പിയിൽ നിന്ന് എസ് ക്യൂയിലേക്കാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. സോ എസ് പിയിൽ നിന്ന് വി ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഇട്ടു. ടാൻജൻറ്റ് വെക്ടേഴ്സ് ആയിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ ചെയ്യേണ്ടത് ഇതാണ്, പി ആൽഫയാണ് ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിനകത്ത് സി വി പ്ലസ് ഡബ്ല്യു ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും, സി ഇൻറ്റു പി ആൽഫ വി പ്ലസ് പി ആൽഫ ഡബ്ല്യു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കറിയാം വി ഡബ്ല്യു എന്ന് പറയുന്നത് എസ് പിന്നകത്തെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡെഫിനിഷൻ പി ആൽഫ ഓഫ് വി ഈസ് ഈക്വൽ ടു വി ഓഫ് ബി ആണ്. പി ആൽഫ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ബി ആണ്. ഏതാണോ അതിനകത്ത് ഉള്ളിൽ കൊടുക്കുന്ന സാധനം അത് തന്നെ വെക്ടർ സ്പേസ് ആയിട്ട് മാറുന്നു അല്ലേ. സ്മോൾ ഡബ്ല്യു ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി ആയിട്ട് മാറും. സ്മോൾ വി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വി ഓഫ് ബി ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഡെഫിനിഷൻസ് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതൊക്കെ ഡെഫിനിഷനകത്ത് വരുന്നതാണ്. വി ഓഫ് എ ഇസ് ഈക്വൽ ടു വി ആണ്, ഡബ്ല്യു ഓഫ് എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഓക്കെ, അതുവരെ ഓക്കെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ലീനിയർ ആണെന്ന്. അതിനാദ്യം നമ്മൾ വി ഡബ്ല്യു എന്ന് പറയുന്ന പാരലൽ വെക്ടർ ഫീൽഡുകളാണ് അല്ലേ. വി ഡബ്ല്യു എന്ന് പറയുന്നത് പാരലൽ വെക്ടർ ഫീൽഡുകളാണ്. പാരലൽ ട്രാൻസ്പോർട്ട് ആണല്ലോ പറയുന്നത്. അപ്പം അതിനകത്ത് വരുന്ന രണ്ടെണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അതായത് സ്മോൾ വിയും ഡബ്ല്യുവും എസ് പിന്നകത്ത് മെമ്പേഴ്സാണ്. അതും പാരലൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഔട്ടുകളാണ് ഈ വെക്ടർ ഫീൽഡുകൾ. ക്യാപിറ്റൽ വി ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു അത് പാരലൽ കൂടി ആയിരിക്കും ആ വെക്ടർ ഫീൽഡ്. സോ ആ രണ്ട് പാരലലായിട്ടുള്ള വെക്ടർ ഫീൽഡുകളാണ് വി ഡബ്ല്യു അലോങ് ആൽഫ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ, വി പ്ലസ് ഡബ്ല്യുവും സി വിയും പാരലൽ തന്നെ ആയിരിക്കില്ലേ. കാരണം രണ്ട് പാരലൽ വെക്ടേഴ്സിൻ്റെ അഡീഷൻ ഒബ്വിയസ്ലി അത് പാരലലായിരിക്കും. അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇപ്പം ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമാണ്, അതിനെ സ്കേലാറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഷേപ്പിലോ മറ്റേ ഡയറക്ഷനിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഒന്നുമില്ല, പറഞ്ഞിട്ടുള്ളത് വിയും ഡബ്ല്യുവും പാരലൽ വെക്ടർ ഫീൽഡുകളാണ്. സോ വി പ്ലസ് ഡബ്ല്യുവും സി വിയും എന്ത് തന്നെയാണ്, പാരലൽ തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നു വിയും ഡബ്ല്യുവും സ്മോൾ വി ഡബ്ല്യു എന്ന് പറയുന്നത് എസ് പിയിലെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ എസ് പി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ സ്പേസ് ആണ്, ടാൻജൻറ്റ് സ്പേസ് ആണല്ലേ. അപ്പോൾ അത് വെക്ടർ സ്പേസ് ആണ്. സോ അതിൻ്റെ അഡീഷൻ ആയാലും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആയാലും എന്ത് തന്നെ ഉണ്ടായിരിക്കും, വെക്ടർ സ്പേസിലാണ്, ക്ലോസ്ഡ് ആണല്ലേ. വെക്ടർ സ്പേസ് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ്. സോ സി വി പ്ലസ് ഡബ്ല്യു എവിടെ തന്നെ ഉണ്ടായിരിക്കും, എസ് പിയിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് എസ് പിയിൽ നിന്ന് എസ് ക്യൂയിലേക്കാണ് നമ്മുടെ മാപ്പ് വരുന്നത്, പി ആൽഫ അല്ലേ. അപ്പം എസ് പിന്നകത്ത് ഏതൊരു വെക്ടറിനെയും നമുക്ക് എന്ത് കൊടുക്കാം, പി ആൽഫേനകത്ത് കൊടുത്തൂടെ. അപ്പോൾ എസ് പിന്നകത്ത് ഇപ്പോഴത്തെ പുതിയൊരു വെക്ടർ നമുക്ക് കിട്ടി, സി വി പ്ലസ് ഡബ്ല്യു എസ് പിന്നകത്ത് ഉണ്ടെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സി വി പ്ലസ് ഡബ്ല്യു എന്തിനകത്ത് കൊടുക്കാം, പി ആൽഫേനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം എസ് പിത്തെ മെമ്പറാണല്ലോ സി വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത്. സോ പി ആൽഫ ഓഫ് സി വി പ്ലസ് ഡബ്ല്യു നമുക്ക് കൊടുക്കാം. ഇനി പി ആൽഫേനകത്ത് എന്ത് കൊടുത്താലും അതെങ്ങനെയാണ് വരിക, ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഓഫ് ബി എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ സി വി പ്ലസ് ഡബ്ല്യു ഓഫ് എന്ത് വരും, ബി വരും ഇതിൻ്റെ ആൻസർ അല്ലേ. ക്ലിയർ അല്ലേ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പി ആൽഫ ഓഫ് സി വി പ്ലസ് ഡബ്ല്യു ക്യാപിറ്റൽ ആയിട്ട്, അതായത് വെക്ടർ ഫീൽഡ് ആയിട്ട് മാറും. സി വി പ്ലസ് ഡബ്ല്യു ഓഫ് ബി ആയിട്ട് വരും. നമുക്കറിയാം വെക്ടർ ഫീൽഡാണ്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അഡീഷനിൽ നമുക്ക് കൊടുക്കാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സി ഇൻറ്റു വി ഓഫ് ബി പ്ലസ് ഡബ്ല്യു ഓഫ് ബി എന്ന് വരും. ഇനി നമുക്കറിയാം വി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി ആൽഫ ഓഫ് വി അല്ലേ ആണ്. അപ്പോൾ അതിവിടെ കൊടുത്തു. ഇനി ഡബ്ല്യു ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആൽഫ ഓഫ് ഡബ്ല്യു. സോ അത് നമ്മളവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
പി ആൽഫ ഓഫ് സി വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു സി ഇൻറ്റു പി ആൽഫ ഓഫ് വി പ്ലസ് പി ആൽഫ ഓഫ് ഡബ്ല്യു. സോ അതെന്തായി? ലീനിയറായി. ഇനി നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് പ്രിസർവ് ചെയ്യുന്ന പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ പി ആൽഫ ഓഫ് വി ഡോട്ട് പി ആൽഫ ഓഫ് ഡബ്ല്യു എന്ന് എടുത്തു. അത് നമുക്ക് വി ഡോട്ട് ഡബ്ല്യു കിട്ടുന്ന പ്രൂവ് ചെയ്യണം. ഇതിന് ആൻസർ പി ആൽഫ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓഫ് ബി ആണ്. പി ആൽഫ ഓഫ് ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി ആണ്. ഇനി നമുക്കറിയാം വിയും ഡബ്ല്യുവും പാരലൽ ആയിട്ടുള്ള ഫീൽഡുകളാണ് അല്ലേ. സോ അതെന്താണ്? അതിൻ്റെ പാരലൽ സാധനത്തിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയല്ലേ ആവുള്ളൂ. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലായാലും എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏത് പോയിന്റിലും സെയിം വാല്യൂ. സോ ബിയിലായാലും എയിലായാലും അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ നമുക്കതിനെ വി ഓഫ് എ ഡോട്ട് ഡബ്ല്യു ഓഫ് എ എന്ന് എഴുതാം. ഇനി വി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വി ആണെന്നും ഡബ്ല്യു ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡബ്ല്യു ആണെന്ന് നമ്മൾ മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്കത് ഡോട്ട് പ്രൊഡക്റ്റും പ്രിസർവ് ചെയ്യുന്നു കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 1 ആണെന്നാണ്. 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവുന്നത് എക്സ് 0 ആകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് സിംഗുലാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ ആ എഫ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവുന്നുള്ളൂ. അത് പ്രൂവ് ചെയ്താലും എന്താണ്? അത് സാധാരണ നമ്മൾ എന്താ പ്രൂവ് ചെയ്യുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ, അങ്ങനെ പ്രൂവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയും, അതായത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ 0 ആവുന്നുള്ളൂ. അത് പ്രൂവ്, ആ ഒരു മെത്തേഡ് കൂടെയാണ് നമ്മൾ ഈ പോകുന്ന 1 പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എഴുതി വെച്ച ഈ അതുണ്ടല്ലോ, അത് നമ്മൾ ഡബ്ല്യു മാറ്റിയിട്ട് സെയിം വിക്ക് തന്നെ ആക്കുക. അതായത് ഡബ്ല്യുവിന് പകരം വി തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇങ്ങനെ വരും ഇക്വേഷൻ. പി ആൽഫ ഓഫ് വി ഡോട്ട് പി ആൽഫ ഓഫ് വി ഈക്വൽ ടു വി ഡോട്ട് വി. ഇനി ഡോട്ട് പ്രൊഡക്റ്റ്, സെയിം സാധനത്തിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്, അതിന് നോം സ്ക്വയറിന് എഴുതാമല്ലേ. പി ആൽഫ ഓഫ് വിൻ്റെ നോം സ്ക്വയർ, അപ്പുറത്താകുമ്പോൾ നോം വി സ്ക്വയർ. അപ്പം സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ പി ആൽഫ ഓഫ് വി ഈക്വൽ ടു നോം വി എന്ന് എഴുതാം. ഇനി ഈ പി ആൽഫ ഓഫ് വി എപ്പോഴാണ് 0 ആവുക? ഈക്വൽ ടു നോമു വി ആണ്. നോമു വി 0 ആകുമ്പോഴല്ലേ പി ആൽഫ വി 0 ആവുള്ളൂ. അപ്പോൾ വി 0 ആകുമ്പോൾ മാത്രമേ പി ആൽഫ 0 ആവുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് സിംഗുലർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 1. ഇനി ഇതൊരു n ഡയമെൻഷൻ, എസ് പി എന്ന് എസ് ക്യൂയിലേക്കാണ്. എസ് പിയും n ഡയമെൻഷനിലാണ്, എസ് ക്യു n ഡയമെൻഷനിലാണ്. അപ്പോൾ നമ്മൾ ലീനിയറിൽ പഠിച്ചിട്ടുണ്ട്, ഒരു n ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു n ഡയമെൻഷനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആയിക്കോട്ടെ, അത് 1 ആണെന്നുണ്ടെങ്കിൽ എന്തുകൂടി ആയിരിക്കും? ഓട്ടോമാറ്റിക്കലി അത് എന്തുകൂടി ആവും? ഓൺടും കൂടി ആവും. സെയിം സ്പേസ്, സെയിം ഡയമെൻഷനിലുള്ള സ്പേസുകളാണെന്നുണ്ടെങ്കിൽ 1 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺടു. അപ്പോൾ 1 ആണ്, ഓൺടു ആണ്, ലീനിയർ ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക്ക് വെയിൻകാർട്ടൻ മാപ്പ് എന്നുള്ളതാണ്. വെയിൻകാർട്ടൻ മാപ്പാണ് അടുത്ത കുറച്ച് നേരത്തേക്ക് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അപ്പം അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ഡെറിവേറ്റീവ്സൊക്കെ പഠിച്ചല്ലേ. ഡിഫറൻസിയേഷൻ, സാധാ ഡിഫറൻസിയേഷൻ പഠിച്ചു. സാധാരണ നമ്മൾ വെക്ടേഴ്സിന് ഡോട്ട് ഇട്ടിട്ട് ഡിഫറൻസിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡാഷ് വരുന്നത്, അതായത് കൊവാരിയൻ ഡിഫറൻസിയേഷൻ പഠിച്ചു അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ എന്നുള്ളതിലല്ല, നമ്മൾ സാധാരണ ഡോട്ട് ഇടുമ്പോൾ അത് എന്തായിട്ട് ടാൻജൻസ്, വെലോസിറ്റി വെക്ടേഴ്സ് ഒക്കെ ആയിട്ടാണ് ഡീൽ ചെയ്യാറുള്ളത്. പിന്നെ കൊവാരിയൻ ഡിഫറൻസിയേഷനും പഠിച്ചു. ഇനി നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നൊരു ടേമാണ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഒരു വെക്ടർ ഫീൽഡ് എക്സ് അലോങ് ആൽഫ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്റ്റ് ടു ഒരു വെക്ടർ വി. അതാണ് നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഡെൽ വി ഓഫ് എഫ് അല്ലെങ്കിൽ ഡെൽ വി ഓഫ് എക്സ് എന്നൊക്കെ പറയുന്ന ടേം എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും ഇനി അങ്ങോട്ടേക്ക് ആവശ്യമുള്ളൊരു ടേമാണ്. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഡെൽ വി ഓഫ് എഫ്. ഇതാണ് ഇതിനെ വായിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വി. സഫിക്സിൽ എഴുതുന്ന ആളെ ബേസ് ചെയ്തിട്ട് എഫിൻ്റെ ഡെറിവേറ്റീവ്. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ വേറൊരു ഫോം അത്രേ ഉള്ളൂ. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ സാധാരണ നമ്മുടെ ഡിഫറൻസിയേഷൻ തന്നെ ആയിട്ട് മാറും. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു എഫ് അല്ലേ. എഫ് കോമ്പോസിറ്റ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ കൂടെയുള്ള പാരാമീറ്ററൈസ്ഡ് കർവാണ് ആൽഫ. ആൽഫ വിട്ടിട്ട് എഫിനൊരു കളിയില്ല. അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എഫ് കോമ്പോസിറ്റ് ആൽഫേൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ടി നോട്ട്.
ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ എഫ് കോമ്പോസിറ്റ് ആൽഫേൻ്റെ ഡെറിവേറ്റീവ്. ഇത് ഫങ്ഷൻസ് ആണല്ലേ. നമ്മൾ വെക്ടർ ഫീൽഡുകളാകുമ്പോഴാണ് ഡോട്ട് കൊടുക്കാറ് ഡെറിവേഷൻ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡാഷ് കൊടുത്താൽ മതി. എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി നോട്ട്. അപ്പോൾ ഇതാണ് ഡെൽ വി ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെ. മേലെ പറഞ്ഞിരിക്കുന്ന എഫ് സ്മൂത്ത് ഫംഗ്ഷൻ ആണ്. ഓപ്പൺ സെറ്റ് യുവിൽ നിന്ന് Rn+1 ബി എന്ന് പറയുന്നത് Rpn+1 മെമ്പറാണ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ ഇത് മാത്രമാണ് പുതിയൊരു കാര്യം. ഡെൽ വി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി എന്ന്. അതെങ്ങനെ എത്തിയെന്ന് പറയാം. താഴെ നോക്കാം. അപ്പം ഡെൽ വി ഓഫ് എഫിനെ നമ്മളെങ്ങനെ എഴുതി? എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് എഴുതി. ഇതിനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഡെറിവേഷനാണ്, ചെയിൻ റൂളാണ്. അപ്പം ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് എഴുതി. ഡോട്ട് ആൽഫ ഡോട്ട്, അതായത് ഇതിന് ഡെല്ല് കൊടുത്തു, ഇതിനകത്ത് അതിൻ്റെ ഡിഫറൻസിയേഷൻ. ചെയിൻ റൂൾ തന്നെ. നമ്മൾ ചെയിൻ റൂൾ ആണ്. രണ്ടെണ്ണം ആയിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ കൊടുക്കും. അപ്പോൾ അതിന് ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് കൊടുത്തു. ഡോട്ട് ആൽഫ ഡോട്ട് ആൽഫേൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ നമ്മൾ x² ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? 2x അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫങ്ഷൻ ചെയിനായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചോ. sin 2x ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കൊടുക്കാം? സൈനിൻ്റെ ഡെറിവേറ്റീവ് cos 2x അല്ലേ. ഇൻറ്റു ആരുടെ ഡെറിവേറ്റീവ് എടുക്കാറുണ്ട്? 2x ഡെറിവേറ്റീവ് ഇൻറ്റു 2 ചെയ്യാറുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഡെറിവേറ്റീവ് എഫ് ആൽഫ എന്ന് പറയുന്ന ഒരാൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഡെൽ ഓഫ് എഫ് എടുത്തു, ഉള്ളിൽ കിടക്കുന്ന ആൽഫേനെ അതുപോലെ തന്നെ എഴുതി, പുറത്ത് ആൽഫേൻ്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഇനി ഡെല്ല് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ പി ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിന് സിംപ്ലി പി എന്ന് എഴുതിയാൽ മതി. ഡെൽ എഫ് ഓഫ് പി. ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ വി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി എന്ന് പറയുന്ന ഇതായിട്ട് മാറ്റാം. ഇതാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡെൽ വി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ഡെൽ എഫ് ഡോട്ട് വി. ഡെൽ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ട് ഡെൽ എഫ് ഡോട്ട് വി. ഇതിൽ വേറെ വെക്ടേഴ്സോ കർവുകളോ ആൽഫയോ, ആക്ച്വലി ഡെഫിനിഷൻ പറയുമ്പം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ സർഫസ് ഉണ്ടായിരിക്കും, ആൽഫ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ട് അല്ലേ. അതൊക്കെ ഉണ്ടെങ്കിലുള്ള എഫ് പൂർണ്ണമാവുക. സോ പക്ഷെ നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ, ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആൽഫയുടെ പ്രസൻസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഡെൽ വി എഫിനകത്ത് ആൽഫ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൽഫേനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആ വാല്യൂവിൽ. ഡെൽ വി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ എഫ് ഡോട്ട് വി മാത്രം മതി. ഓക്കെ, ഡെൽ എഫ് ഓഫ് പി ആണ്, പോയിന്റ് പി മെൻഷൻ ചെയ്യണം. അപ്പം വെയിൻ കാർട്ടൻ മാപ്പ് പറയുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഡെറിവേറ്റീവ് ലീനിയർ ആണെന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കണം. അതായത് ജസ്റ്റ് വി പ്ലസ് ഡബ്ല്യു കൊടുക്കുമ്പോൾ എന്താണ്? ഡെല്ലിനകത്ത് വി പ്ലസ് ഡബ്ല്യു കൊടുക്കുമ്പോൾ ഡെൽ വി പ്ലസ് ഡെൽ ഡബ്ല്യു അങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ആദ്യം അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ആദ്യം വി പ്ലസ് ഡബ്ല്യു കൊടുത്തു. ഡെൽ വി പ്ലസ് ഡബ്ല്യു ഓഫ് എഫ് അതെന്താ? നമുക്കറിയാം ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി ആണ് ഡെൽ വി അല്ലേ. അങ്ങനെയാകുമ്പം ഇവിടെ ഡോട്ട് വി ആണ്. ഇവിടെയുള്ള ഉള്ളിലത്തെ വെക്ടർ ആരാണ്? വി പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വിക്ക് പകരം ആര് വരും? വി പ്ലസ് ഡബ്ല്യു വരും. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതിന് നമ്മളൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് സ്പ്ലിറ്റ് ചെയ്തു. ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി പ്ലസ് ഡെൽ എഫ് ഓഫ് പി ഡോട്ട് ഡബ്ല്യു. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഡെൽ വി എഫ്. ഇതിനെ ഡെൽ ഡബ്ല്യു എഫ് എന്ന് എഴുതാം. സോ അപ്പം നമുക്ക് അഡീഷനിൽ ലീനിയർ ആണെന്ന് കിട്ടി. ഇനി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഡെൽ സി വി ഓഫ് എഫ്, വെക്ടർ എന്ന് പറയുന്നത് സി വി ആണ്, വിക്ക് പകരം സി വി ആണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആരെ കൊടുക്കണം? സി വി കൊടുക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സീനെ ഔട്ട് സൈഡ് എടുക്കാം. ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി എന്ന് എഴുതി, കാരണം സി ഒരു സ്കെലാറാണ്. കോൺസ്റ്റന്റ് നമുക്ക് ഡെറിവേഷനിൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ സീനെ പുറത്തെടുത്തു. ഇനി ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ വി എഫ് അല്ലേ. സോ ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഡെൽ വി എഫ്. അപ്പോൾ സി ഇൻറ്റു ഡെൽ വി എഫ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനകത്തും അഡീഷനിനകത്തും നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. ഏതൊരു മാപ്പ് പറയുമ്പോഴും നമ്മളതിൻ്റെ എന്താ വേണ്ട, അത് ഡിഫൈൻഡ് ആണോ നോക്കണം, അതുപോലെ തന്നെ അത് ലീനിയർ ആണോ നോക്കണം. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലീനിയർ ആണെന്നൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത്
നമ്മളിവിടെ ഒരു ഫംഗ്ഷനൊക്കെ കൂടുതൽ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന വെക്റ്റർ ഫീൽഡുകളും സർഫസും അതിനകത്ത് വരുന്ന വെക്റ്റർ ഫീൽഡുകൾ, ടാൻജൻറ്റ് ഫീൽഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ കൂടുതൽ നമുക്ക് വേണ്ടത് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. സോ ഈ സെയിം നമ്മളിപ്പോൾ എഫ് പറഞ്ഞില്ലേ, ഡെൽ വി എഫ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഡെൽ വി എക്സ് പറയാൻ പറ്റും. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വി. അങ്ങനെ പറയാനായിട്ട് നമുക്ക് ഡെൽ വി എക്സ് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നെങ്കിൽ എഫ് കോംബോ, ഡെൽ വി എഫ് ആകുമ്പോൾ എഫ് കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഡാഷ് ഓഫ് ടി നോട്ട് അല്ലേ. അതിന് പകരം ഇവിടെ എഫിന് പകരം ഇവിടെ ആരാണ്, എക്സ് അല്ലേ. അപ്പം നമുക്കിതിന് പകരം എന്ത് വരും, ഡെൽ വി ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് കോമ്പോസിറ്റ് ആൽഫ വരും അല്ലേ. നമുക്ക് ഡാഷ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ, ഇത് ഡിഫറൻസിയേഷൻ അല്ലേ, വെക്റ്റർ ഫീൽഡ് അല്ലേ, അപ്പോൾ നമ്മൾ ഡോട്ടല്ലേ കൊടുക്കാറ്. അപ്പോൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് വരും. അപ്പോൾ എന്താണ്, ഡെൽ വി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട്. ഇതിനെ ഒന്നും കൂടി നമ്മൾ പഠിച്ചു അല്ലേ, ഡെൽ എക്സ് ഓഫ് പി ഡോട്ട് വി, അതും നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ സെയിം ഫംഗ്ഷനെ അതേപോലെ തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, വെക്റ്റർ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴും സാധനം ക്ലിയർ തന്നെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വെക്റ്റർ വി. ഓക്കെ, അതിന് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പം എക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, ഒരു വെക്റ്റർ ഫീൽഡാണ്. n+1 കമ്പോണൻസ് ഓരോ വെക്റ്റേഴ്സിനകത്തും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡെഫിനിഷൻസിനകത്ത് അപ്ലൈ ചെയ്യുക, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്സുകളൊക്കെ നോക്കുക. ജസ്റ്റ് എക്സ് കോമ്പോസിറ്റ് ആൽഫയും ഡെൽ വി എഫും ജസ്റ്റ് ആ ഡെഫിനിഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റുമാണ്. ആദ്യം നമുക്ക് പറയാനുള്ളത് അഡീഷനിലാണ്. ഡെൽ വി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഡെൽ വി ഓഫ് എക്സ് പ്ലസ് ഡെൽ വി ഓഫ് വൈ. നെക്സ്റ്റ് പറയുന്നത് ഡെൽ വി ഓഫ് എഫ് എക്സ് ഈക്വൽ ടു, അതായത് പ്രൊഡക്റ്റ് റൂള്, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവോ സെക്കൻഡ് സംഭവം. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽ വി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് തന്നെയാണ്. ഡെറിവേറ്റീവിൽ ഓരോ പ്രോപ്പർട്ടി നമ്മൾ +1 മുതലേ ഡിഫറൻസിയേഷൻ പഠിക്കുന്ന അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. അല്ലെങ്കിൽ അത് നമ്മൾ എൻ സർഫസിനകത്ത് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് 1 by 1 ആയിട്ട്, അതായത് തുടക്കം മുതലേ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഡിഫൈൻഡ് ആണ്, ഓക്കെ, അത് ലീനിയർ ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അഡീഷനിൽ നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ എങ്ങനെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയാം. അത് ഇവിടെയും ഓക്കെ ആണെന്നുള്ളതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. അതായത് അഡീഷനിൽ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഡെറിവേറ്റീവിനെ. അതുപോലെ പ്രൊഡക്റ്റ് റൂൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ, എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ് എന്താ പറയുക ടേം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വൈ ആണോ, അല്ല. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ്. പ്രൊഡക്റ്റ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ നിന്നാണ് പറയുന്നത്. അപ്പം ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ തന്നെ ഒരു വെക്റ്റർ ഫീൽഡും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ രണ്ട് വെക്റ്റർ ഫീൽഡുകളുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണ്, പ്രൊഡക്റ്റ് റൂൾ തന്നെ അപ്ലൈ ചെയ്യണം ഡെറിവേഷനകത്ത്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് അഡീഷനിൽ എങ്ങനെ രണ്ട് വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ സമ്മിന് നമ്മളെങ്ങനെ ഡെറിവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ പ്രൂഫിലേക്ക് പോവാം. ഡെൽ വി ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന വെക്റ്റർ എന്താ വരിക, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പം n+1 നമ്മുടെ കളി അല്ലേ, RP n+1 കളി. സോ n+1 കമ്പോണൻസ് ഉണ്ടായിരിക്കും, x1 y1 x2 y2 എക്സെട്ര xn+1 yn+1 എന്ന് പറയുന്ന കമ്പോണൻസ് n+1 ടെപ്പിളായിരിക്കും വരിക. സോ നമ്മൾ അതിനകത്ത് ഡെൽ വി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിന് ഓരോ കമ്പോണൻറ്റിനും എന്ത് കൊടുക്കുക, ഡെൽ വി കൊടുക്കുക. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x1 + y1 എക്സെട്ര xn+1 yn+1. ഈ ഒരു n+1 ടപ്പിളായിരിക്കും വരിക. അപ്പോൾ അതിന് ഡെല്ല് പുറത്തുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെല്ല് നേരെ ഉള്ളിലേക്ക് കൊടുക്കുക. ഇതിലത്തെ ഓരോ കമ്പോണൻറ്റിനും എന്ത് കൊടുക്കുക, ഡെല്ല് കൊടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. ഡെൽ വി കൊടുത്തു നമ്മൾ.
ഇനി നമുക്കറിയാം ഡെൽ വി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽ എക്സ് ഡോട്ട് വി അല്ലേ. ഡെൽ വി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ എക്സ് ഡോട്ട് വി ആണ്. നമ്മൾ പഠിച്ചു ഡെഫിനേഷൻ, ഒരേ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഡെൽ വി എന്ന് പറയുന്നതിന് നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി. ഈ ഡെൽ വി ഓഫ് എക്സ് പ്ലസ് വൈ, അതിൽ എക്സിന് ഒറ്റൊരു വെക്ടർ ഫീൽഡ് എക്സ് ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്താൽ മതി. അത് അതേപോലെ എടുത്ത് എഴുതി ഡോട്ട് വി അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ കമ്പോണൻറ്റിനും നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡെല്ല് ഉള്ളിലേക്ക് കൊടുക്കുക. x1 y1 x1 പ്ലസ് y1 ആണുള്ളത്. അപ്പോൾ അതിനെ ഉള്ളിലേക്ക് കൊടുക്കാൻ ലീനിയറാണ് ഡെല്ല് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളതിന് ഉള്ളിലേക്ക് കൊടുത്തു ഡോട്ട് വി. അതേപോലെ എല്ലാ കമ്പോണൻറ്റിനും കൊടുത്തു. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡെൽ x1 p ഡോട്ട് വി പുറത്തുണ്ട്, അപ്പോൾ അതിനെ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം ഇത് എല്ലാ ഇപ്പം n+1 കമ്പോണൻസ്, പക്ഷേ ഓരോന്നും സമ്മായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ചിലതിനകത്ത് ആര് കോമണാ, ഡെൽ എക്സ് കോമണാ. ചിലതിനകത്ത് ആര് കോമണാ, ഡെൽ വൈ ചിലതിനകത്ത് ഡെൽ x1 എന്ന് പറയുന്ന കമ്പോണൻസും വരുന്നുണ്ട്, y എന്ന് പറയുന്ന കമ്പോണൻസും. അപ്പോൾ എക്സിൻ്റെ ആൾക്കാരെ മാത്രം ഒന്നാക്കിയിട്ടും വൈൻ്റെ ആൾക്കാരെ മാത്രം അടുത്തൊരു സെറ്റാക്കിയിട്ട് നമ്മൾ എഴുതിയ സംഭവം അഡീഷനാണ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സിൻ്റെ ആൾക്കാരും വൈൻ്റെ ആൾക്കാരും വേർതിരിച്ചെഴുതി. അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇതാ എക്സിൻ്റെ ആൾക്കാരെ മാത്രം എഴുതി, വൈൻ്റെ ആൾക്കാരെ നെക്സ്റ്റ് എഴുതി. ഇനി ഇതിൽ ഓരോ കമ്പോണൻ നോക്കി. ഡെൽ x1 ഡോട്ട് വി ആണ്. അതിനെ നമുക്ക് എന്ത് എഴുതാം, ഡെൽ വി എക്സ് എന്ന് എഴുതാം അല്ലേ. ഡെഫിനിഷൻ, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അങ്ങനെ ഓരോ കമ്പോണൻറ്റിനെ മാറ്റി എഴുതി. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കിയാൽ എന്താണ്, ഡെൽ വി എക്സ് ആണ്. ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഡെൽ വി വൈ ആണ്. ഈ സ്ക്രീനിൽ വെച്ച് പറയുമ്പോഴേ ഇപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ എനിക്ക് എഴുതി കാണിച്ചെന്ന് പറയാം, ബോർഡാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. പക്ഷേ സ്ക്രീനിനകത്താകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈൻസ് കൂടെ നോക്കുക, അല്ലെങ്കിൽ ഇത് ഒന്നുമില്ല, ഡെഫിനിഷൻസ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം ഇതിനകത്ത് എനിക്ക് എഴുതി കാണിക്കുന്നതിന് ഇത്രയും വലിയ ലൈൻസ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഓരോ ലൈൻ ബൈ ലൈൻ നോക്കും, ഒന്നുമില്ല, ഡെഫിനിഷൻസ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് നമ്മൾ എന്താണോ ഡെൽ വി ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താ വെച്ചാൽ അത് കൊടുത്തു. ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താ വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതുക. സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറേ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടെങ്കിലും സാധനം സിമ്പിളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സിൻ്റെ ആൾക്കാരെയും വൈൻ്റെ ആൾക്കാർ, നമുക്കറിയാം സ്പ്ലിറ്റ് ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പം എക്സിൻ്റെ ആൾക്കാരെയും വൈൻ്റെ ആൾക്കാരെയും വേറെ എഴുതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡെൽ എക്സ് ഡോട്ട് വി എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നതിന് നമുക്ക് ഡെൽ വി എക്സ് എന്ന് എഴുതാം. ഡെഫിനിഷൻ അപ്ലൈ, ജസ്റ്റ് ഡെഫിനിഷനിൽ ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് എത്തി, ഡെൽ വി എക്സ് പ്ലസ് ഡെൽ വി വൈ എന്ന് പറയുന്ന ടേമിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് റൂളാണ്. ഡെൽ വി ഓഫ് എഫ് എക്സ് എന്ന് പറയുന്ന സാധനം. ഇത് സെക്കൻഡ് പ്രൂഫ് പഠിച്ച തേർഡ് ഓക്കെയാണ്. എഫ് ഉള്ളിടത്ത് എക്സ് ഇട്ട് കൊടുക്കുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം എഫ് എക്സ് എന്ന് പറയണേ നമുക്ക് fx1 fx2 fx3 എക്സെട്ര fxn+1 എന്ന് പറയുന്ന കമ്പോണൻസ് ഉണ്ടാവുമല്ലോ എഫ് എക്സ് എന്ന് പറയുന്ന ആൾക്ക്. അതിനകത്തൊക്കെ ആര് കൊടുക്കുക, ഡെൽ വി കൊടുക്കുക. ഡെൽ വി fx1 ഡെൽ വി fx2 എക്സെട്ര ഡെൽ വി fxn+1. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഡെൽ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽ എഫ് ഡോട്ട് വി. അതിന് പകരം എഫിനോടത്ത് പകരം എഫ് എക്സ് ഉണ്ടെന്ന് മാത്രം. ആദ്യം അത് മൈൻഡ് ചെയ്യേണ്ട, അതിന് ഒറ്റൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. ഡെൽ fx1 ഡോട്ട് വി. അങ്ങനെ എല്ലാ കമ്പോണൻറ്റിനെയും ചെയ്തു. ഇനി നമുക്കറിയാം ഡെറിവേറ്റീവ് ഡെൽ വി ആണ് നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിന് പ്രൊഡക്റ്റ് റൂള് ഓക്കെ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഡെല്ല് ഗ്രേഡിയൻ വെക്ടർ, ഇത് നമുക്ക് മുന്നേ അറിയുന്നതല്ലേ. ഈ ഡെല്ലിൻ്റെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ഡെൽ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ചെയ്യാനറിയാം. അത് നമ്മളിവിടെ ചെയ്തു കൊടുത്തു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, ഓരോ കമ്പോണൻറ്റിനും അത് അപ്ലൈ ചെയ്തു. എഫ് ഇൻറ്റു ഡെൽ x1 പ്ലസ് എക്സ് ഇൻറ്റു ഡെൽ എഫ് എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്തു. ഇനി ചില കമ്പോണൻറ്റിനകത്ത് ഡെൽ എഫ് കോമൺ ആണ്, ചിലതിനകത്തും ഇതിനകത്ത് സെയിം കിടക്കുന്ന ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ടേം നോക്കി, ഓരോ കമ്പോണൻറ്റിനും ഫസ്റ്റ് എഫ് ഡെൽ x1 അല്ലേ, എഫ് ഡെൽ x1. അടുത്തത് ഇവിടെ എഫ് ഡെൽ x2 ഉണ്ടാവും, എക്സെട്ര എഫ് ഡെൽ xn+1 അല്ലേ. അപ്പം ആ ടേംസിനൊക്കെ ഒന്നാക്കിയിട്ടും നെക്സ്റ്റ് ടേം നോക്കിയേ ഡോട്ട് വി ഉണ്ട്, അത് മറക്കരുത്.
അടുത്ത ടേം എക്സ് ഡെൽ എഫ് ആണ്, x1 ഡെൽ എഫ് ആണ്, x2 ഡെൽ എഫ്, x3 ഡെൽ എഫ്. അപ്പോൾ അവിടെ ഡെൽ എഫ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്, x1 x2 x3 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ എഫ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ മാറ്റി എഴുതുക, സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതുക. ആ ഫസ്റ്റത്തെ ടേമിനെയും സെക്കൻഡത്തെ ടേമിനെയും ഒന്ന് സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ സ്പ്ലിറ്റ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റത്തേനകത്ത് എഫ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ എഫിന് ഔട്ട് സൈഡ് എടുത്തു. x1 ഡെൽ x1 എക്സെട്ര ഡെൽ xn പ്ലസ് 1 ഉള്ളിലുണ്ട്. ഇനി രണ്ടാമത്തെ ടേം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഡെൽ എഫ് അല്ല ഡെൽ എഫ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പം x1 x2 xn പ്ലസ് 1 വാരി ചെയ്യുന്നുണ്ട് ഡോട്ട് വി. അത് നിങ്ങൾ എഴുതി നോക്കിയാൽ തന്നെ കിട്ടും. ഓരോ കമ്പൗണ്ടിനും രണ്ടെണ്ണത്തിൻ്റെ സമ്മാണ്. ആ സമ്മിലുള്ള ഫസ്റ്റ് ടേമിനെയൊക്കെ ഇതാക്കിയിട്ട് ഒരു ബ്രാക്കറ്റിനകത്തും സെക്കൻഡ് ടേമിനെയൊക്കെ എടുത്തിട്ട് വേറൊരു ബ്രാക്കറ്റിനകത്തും എഴുതുക. മുന്നിലൊരു പി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ബ്രാക്കറ്റിനെ നോക്കുമ്പോൾ എല്ലാ കമ്പോണൻറ്റിലും ഒരാൾ കോമൺ ആണ്, എഫ് ഓഫ് പി. അതിനെ വലിച്ച് പുറത്തേക്ക് ഇട്ടു. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കുക. സെക്കൻഡ് പാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും ഡെൽ എഫ് കോമൺ ആണ്, അതിനെയും വലിച്ച് പുറത്തിട്ടു. രണ്ടിനകത്തും ഡോട്ട് വി ഉണ്ട്, അതിട്ട് കൊടുത്തു. അതിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. ഈ ലൈൻ നോക്കി, ഓരോ കമ്പൗണ്ട് ഡെൽ എക്സ് ഡോട്ട് വി, ഡെൽ xn പ്ലസ് 1 ഡോട്ട് വി എന്താ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് ഡെൽ വി x1 എക്സെട്ര ഡെൽ വി xn പ്ലസ് 1. അടുത്തതോ എക്സ് ഓഫ് പി ഡോട്ട് ഡെൽ എഫ് അല്ലേ, അതെങ്ങനെയാണ് വന്നത്? ഇത് എക്സ് ഓഫ് പി ആണ്, എക്സിൻ്റെ സാധാ ക്യാപിറ്റൽ എക്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതോ ഡെൽ വി എഫ് വി ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡെൽ വി എഫ് അല്ലേ, ഈ സാധനം. അത് ഡെഫിനിഷൻ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടി? എഫ് ഓഫ് പി ഡെൽ വി എക്സ് പ്ലസ് എക്സ് ഓഫ് പി ഡെൽ വി എഫ് എന്ന് കിട്ടി. അതുതന്നെ ആയിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി തേർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല, എഫ് കാണുന്നിടത്തൊക്കെ എക്സ് ഇട്ട് കൊടുക്കുക. എഫ് ഇൻറ്റു എക്സ് ആണ് നേരത്തെ. ഇപ്പം എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഒന്നുമില്ല, എഫ് കാണുന്നിടത്ത് എക്സും എക്സ് കാണുന്നിടത്ത് വൈ ഇട്ട്. സെയിം സാധനമാണ് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നുള്ളത്. റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടും കാര്യമല്ല, നിങ്ങൾ ആ സ്റ്റെപ്പ് കൂടെ സ്വയമായിട്ടൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പം ഇത് ഡെറിവേറ്റീവാണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വി ആണല്ലേ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വി ആണ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ വി എന്ന് പറയുന്ന ആൾ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, യൂണിറ്റ് വെക്ടർ ആണെന്നുണ്ടെങ്കിൽ, നോം വി ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ, യൂണിറ്റ് വെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നും കൂടിയും പറയാൻ പറ്റും. കാരണം ഡെൽ വി എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് തന്നെ കിട്ടും? എഫ് ഓഫ് പി ഡോട്ട് വി ആണ്. വി എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽ എഫ് ഓഫ് പി മാഗ്നിറ്റ്യൂഡ് ഡെൽ എഫ് ഓഫ് പി മാത്രമായിട്ട് മാറും. അപ്പം നമുക്കതിന് ഡയറക്ഷൻ, ആ ഒരു വി നോമോ വി 1 ആവുന്ന സമയത്ത് അതിനൊരു പേര് വേറെ ഉണ്ട്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ജസ്റ്റ് ആ ഒരു പേര് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക വെറുതെ, അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെറിവേറ്റീവാണ്, ഡെൽ വി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നേരത്തെ സെക്ഷന് ഒരു ഡെറിവേറ്റീവ് സാധാ ഡോട്ട് ഡിഫറൻസിയേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അത് ടാൻജൻഷ്യൽ ആയിക്കോണമെന്നില്ല, ഓർത്തോഗണൽ ആയിക്കോണമെന്നില്ല സർഫസിന്. അത് നമ്മൾ ഓർത്തോഗണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരും. അപ്പോൾ നമ്മൾ കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യും, ജസ്റ്റ് ഡാഷ് എന്നിട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചു. അപ്പോൾ ഇതിനൊരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും, അതായത് കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും, കൊവാരിയൻറ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഡെൽ വി ആണ്. ഇനി ഇവിടെ കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി വി ആണ്. നമ്മൾ ഡോട്ടിന് പകരമാണ് ഇപ്പോൾ ഈ ഡെല്ല് വരുന്നത്, ഡാഷിന് പകരം ഡി വി. ഓക്കെ, അത്രേ ഉള്ളൂ. സാധാരണ ഡെറിവേറ്റീവ് നമ്മൾ ഡോട്ടാണ് കൊടുത്തിരുന്നില്ലേ, അത് വെച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കൊവാരിയൻറ്റ് വന്നപ്പോൾ നമ്മൾ ഡാഷ് കൊടുത്തു അല്ലേ, എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു ടേം പഠിച്ചില്ലേ, അതിന് പകരം ഇവിടെ വരുന്നതാണ് ഡി വി. ആ ഡി വിയുടെ ഡെഫിനിഷനാണ് ഈ കൊടുത്തത്. ഡി വി ഓഫ് എക്സ് ഈക്വൽ ടു ഡെൽ വി ഓഫ് എക്സ് മൈനസ് ഡെൽ വി ഓഫ് എക്സ് ഡോട്ട് എൻ പി ഓഫ് വി എൻ ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി എന്ന് പറയണേ. ഇത് നമ്മൾ സെയിം സാധനം തന്നെ അല്ലേ നേരത്തെയും പഠിച്ചിട്ടുണ്ടെ, ഏകദേശം ഇതുപോലെ തന്നെയല്ലേ ആ ഡെഫിനിഷൻ. എങ്ങനെയായിരുന്നു ഇത്? നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഡി വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എന്ത് എഴുതാം? എക്സ് കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് എഴുതാം. ഉള്ളിലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ ഓഫ് ആൽഫ പി എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് ടി നോട്ടാണ്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഡെഫിനിഷനും.
അല്ലേ? ആൽഫ ഓഫ് ടി നോട്ട് എന്നുള്ളടത്ത് നമുക്ക് വേണമെങ്കിൽ പി എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കൊവാലൻ്റ് ഡിഫറൻസിയേഷനിൽ പഠിച്ചിരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സംഭവം എല്ലാം സെയിം ആണ്, സെയിം ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, എല്ലാം സെയിം ആണ്, പക്ഷേ നൊട്ടേഷൻസ് മാത്രം മാറ്റേണ്ടെന്ന് മാത്രം. അപ്പം ചെയ്ത് വന്നപ്പോൾ അത് ആക്ച്വലി നമുക്ക് എവിടേക്ക് എത്തി? ആ ഡെറിവേഷനിലേക്ക് എത്തിയില്ലേ, ആ ഡിഫറൻസിയേഷനിലേക്ക് എത്തി. അപ്പോൾ അത് തന്നെയാണ്, പക്ഷെ ഇവിടെ നൊട്ടേഷൻ ഡി ആണ്. കൊവാലൻ്റ് ഡെറിവേറ്റീവ് എന്നാണ് പറയുക. കൊവാലൻ്റ് ഡെറിവേറ്റീവും സാധാ ഡെറിവേറ്റീവും, ഡെൽ വി ആൻഡ് ഡി വി. ഡി വിൻ്റെ എന്താ പറയുക, ഡെഫിനിഷൻ ഒന്ന് ഓർക്കുക. ഇനി അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞൂടെ, ഡി വി ഓഫ് എക്സ് പ്ലസ് വൈ. കാരണം എന്താ, നമ്മൾ വരാൻ ഡിഫറൻസിയേഷനിൽ അത് ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് ഓഫ് ആൽഫ ഓഫ് ടി നോട്ട്, ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇത് കൊവാലൻ്റിൽ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. പിന്നെ ഡെൽവിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ ഇത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സെയിം സാധനം തന്നെയാണ് വരിക. ഇനിയാണ് വെയിൻകാർട്ടൻ മാപ്പ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ വെയിൻകാർട്ടൻ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് നമ്മൾ ഡെറിവേറ്റീവും കൊവാലൻ്റ് ഡെറിവേറ്റീവും എല്ലാം. അത് അതിനു വേണ്ടി മാത്രം അത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡെൽ വിയും ഡി വിയും ഒക്കെ. നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ വെയിൻകാർട്ടൻ മാപ്പാണ്. അത് പുതിയൊരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതിനകത്ത് ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് കേട്ടിടത്തോളമൊക്കെ മനസ്സിലാവും, കുറേ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ ഒരു സർഫസ് എന്ന് പറഞ്ഞ സർഫസിനകത്ത് നമ്മൾ കയറിയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ കുറേ ടേംസ് നമുക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്, കുറേ ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ആ ഡെഫിനിഷൻസിൽ ആ ടേമിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്, അത് കഴിഞ്ഞാൽ അടുത്ത ടേം വരും, അടുത്ത ഡെഫിനിഷൻ വരും, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ള് കുറേ ടേംസ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്, ടേമും അതിൻ്റെ ഡെഫിനിഷൻസും. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ ടേമിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, അങ്ങനെ ഓർത്ത് വെച്ച് പോയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വാസ്റ്റായിട്ട് പോകുന്നൊരു പേപ്പറുമാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പറയുന്നത് വെയിൻകാർട്ടൻ മാപ്പാണ്. എൽ പി എന്നാണ് ഡെനോട്ട് ചെയ്യുന്നത്. അതൊരു ടാൻജൻറ്റ് സ്പേസിന് എൽ പി ആണെന്നുണ്ടെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിൻ്റ് ടാൻജൻറ്റ് സ്പേസ്, എസ് പി നിന്ന് എസ് പിയിലേക്ക് തന്നെയുള്ള ഒരു മാപ്പാണ്. എൽ പി ഓഫ് വി, എസ് പി എന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എസ് പി ആണ്. സോ എവിടുന്ന് അതിൻ്റെ വാല്യൂസ്, അതായത് നമ്മൾ എടുക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, വെക്ടേഴ്സ് ആയിരിക്കും. എൽ പി ഓഫ് വി, ഇത് കുറേ വെക്ടേഴ്സിനെ വേറെ കുറേ വെക്ടേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത്. എൽ പി ഓഫ് വി എന്ന് പറയുന്നത് മൈനസ് ഡെൽ വി എൻ ആണ്. ഇതാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള മാപ്പിന്. വെയിൻകാർട്ടൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഡിഫൈൻ ചെയ്യുന്നത് എൽ പി ഓഫ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ ആണ്. എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിക്ക് പെർപെൻഡിക്കുലറുള്ള നോർമൽ വെക്ടർ സർഫസിൻ്റെ നോർമൽ എന്ന് പറയുന്നതാണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ വി എൻ. അപ്പോൾ ഈ വെയിൻകാർട്ടൻ മാപ്പ് പറയുമ്പോൾ നമുക്ക് എന്താണ് ഡെൽ വി എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഡെൽ വി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എൽ പി ഓഫ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ. മാർക്കരുത്, എൽ പി ഓഫ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ. മൈനസ് ഉണ്ട്, അതും മാറരുത്. അപ്പം നമുക്കിത് ആദ്യം പറയേണ്ടത്, നമ്മൾ പറഞ്ഞത് ഒരു ലീനിയർ മാപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇത് ആദ്യം ലീനിയർ ആണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. ഇനി ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയണം. അതായത് നമ്മൾ സാധനം ഡിഫൈൻ ചെയ്യുക പുതുതായിട്ട്, അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ പി എന്ന് പറയുന്ന ഒരാളെ വാല്യൂ നമ്മൾ വി ഇട്ട് കൊടുക്കുമ്പോൾ ഡെൽ വി എൻ ആണ് നമ്മൾ മാപ്പ്. ആ ഡെൽ വി എൻ എസ് പിക്ക് തന്നെയുള്ള മാപ്പാണെന്നാണ് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ കിട്ടുന്ന ഇമേജ് എവിടെ തന്നെ ഉണ്ട്, എസ് പിയിലെ ആൾ തന്നെയാണ്, പുറത്തെ ആളും നല്ല ദിക്ക് തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. മൈനസ് ഡെൽ വി എൻ എസ് പിന്നകത്ത ആളാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ് പിന്നകത്തെ ആളാണെന്നാണ് പറയേണ്ടത് അല്ലേ. അതിന് വേണ്ടിയിട്ട് എസ് പിന്നകത്തെ ആളാണെന്ന് പറയണം. എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസ് ആണ്, ടാൻജൻറ്റുകളാണ്. നമുക്കറിയാം ടാൻജൻറ്റും നോർമലും പരസ്പരം ഓർത്തോഗണലാണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പം എന്നിനോട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞു എസ് പി എന്ന് പറയുന്നത് എൻ ഡയമെൻഷനിലും എസ് പി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷനിലാണ്. നമുക്ക് കുറേ ക്ലാസ്സുകളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. 1 ഡയമെൻഷനിൽ എന്താ പറയുക, സ്പാൻ ചെയ്യുന്നത് എന്നോ അല്ലെങ്കിൽ ഡെൽ എഫോ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എസ് പിന്നകത്തെ ആൾക്കാരൊക്കെ എന്നിനോട് ഓർത്തോഗണലാണ്, ടാൻജൻറ്റുകളെല്ലാം നോർമലിനോട് ഓർത്തോഗണലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എസ് പിന്നകത്തുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്യാൻ നോർമലിനോട് ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എന്നുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അങ്ങനെ ഫിക്സ് ആക്കുക. എന്താ പറയുക, എസ് പിയിലെ ആളാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിനോട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം 0 ആണ്, അല്ലെങ്കിൽ ഡെൽ എഫിനോട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ്. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് സുഖം എന്നാണ്, കാരണം ഡെഫിനിഷൻസ് തന്നെ എന്തുണ്ട്, എന്നുണ്ട്. സോ നമ്മൾ എന്നിനോട് ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. പിന്നെ ആദ്യം നമ്മൾ 0 വെച്ച് തുടങ്ങി.
സീറോ ഈക്വൽ ടു ഡെൽ വി 1 എഴുതിക്കൂടെ? കാരണം കോൺസ്റ്റൻറ്റിൻ്റെ ഡെൽ വി എന്തോ ആയിക്കോട്ടെ, ഏത് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീറോ. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീറോ ആണ്. അപ്പോൾ സീറോ നമ്മൾ ഡെൽ വി 1 എഴുതി. ഇനി 2 യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ 1ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? n ഡോട്ട് n കൊടുക്കാം അല്ലേ? അപ്പോൾ ഡെൽ വി n ഡോട്ട് n കിട്ടി. ഇത് ഡെൽ വി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 2 പ്രൊഡക്റ്റിനെ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ് ഡോട്ട് വൈക്ക്. അതേപോലെ തന്നെ n ഡോട്ട് എന്നും ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2n ഓഫ് പി, രണ്ടും സെയിം ടേം തന്നെയാണ്. 2n ഓഫ് പി ഡോട്ട് ഡെൽ വി എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റിൽ എന്തുണ്ട്? ഇത് ഈക്വൽ ടു 0 എന്ന് ഇവിടെ അല്ലേ? അപ്പം n ഓഫ് പി ഡോട്ട് ഡെൽ വി എന്ന് പറയുന്നത് എന്താണ്? 2 0 അല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? 0 ആണ്. ഇനി ഇപ്പോൾ എന്താണെന്ന് കിട്ടി? എന്നും ഡെൽ വി എന്നും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അതായത് അത് പരസ്പരം ഓർത്തോഗണലാണ്. അതായത് ഈ ഡെൽ വി എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? എസ് പിന്നകത്ത ആളാണ്. അപ്പം അത് എന്തായിരുന്നു അതായത് നമ്മുടെ എയിം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. ഓൾസോ ഇറ്റ് ഇസ് ലീനിയർ. ഇനി സാധാരണ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങാണ് പറയുന്നത്. സാധാരണ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ വെലോസിറ്റി അതിലേക്കൊക്കെയാണ് നമ്മൾ എത്താറില്ലേ. പക്ഷേ ഇവിടെ ഡെൽ വി എൻ ആണ്. n എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇല്ല. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഇല്ല, ആകെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ടേണിങ് മാത്രമാണ്. ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ആൽഫ എന്ന് പറയുന്ന കർവിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക, അതിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നല്ലേ, ആ പൊസിഷൻ നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഡെൽ വി എൻ ഒരു നോർമൽ വെക്ടർ, യൂണിറ്റ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ പറയുന്നത് അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയാൻ കഴിയില്ല, റേറ്റ് ഓഫ് ചേഞ്ച് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ജസ്റ്റ് അതിൻ്റെ ടേണിങ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ടേണിങ് ആണ് ഈ നമ്മുടെ ഈ പറയുന്ന ഡെറിവേറ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഒരു വെയിൻകാർട്ടൻ മാപ്പ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ടേണിങ് മാത്രമാണ്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞു വയ്ക്കാമെന്ന് മാത്രം, ജസ്റ്റ് എഴുതിയ ഡെഫിനിഷൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് എന്താ വെയിൻകാർട്ടൻ മാപ്പ് എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അതാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആ മാപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസ് വരുന്നുണ്ട്. അപ്പോൾ മാപ്പ് കറക്റ്റ് ആ ഡെഫിനിഷൻ മറക്കാണ്ട് പഠിക്കുക. എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ. അതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാം എന്നത് ലീനിയറാണ്. അല്ലാതെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഡെഫിനിഷൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി പറയുന്നതാണ് തിയറംസ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇനി പറയുന്നതാണ്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബേസാണ്. ഇനി പറയുന്നതാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2 തിയറംസ് വരുന്നുണ്ട്. ഈ 2 തിയറംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് എൻ സർഫസ് ആണെന്നും തിയറത്തിൻ്റെ തുടക്കം എൻ സർഫസ് ആണെന്നും ആൽഫ പാരാമീറ്ററൈസ്ഡ് കർവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് പി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി നോട്ട്. ഇതാണ് എൽ പി ഓഫ് വി ഡോട്ട് വി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ആൽഫ പാരാമീറ്ററൈസ്ഡ് കർവാണ്. നമുക്കറിയാം ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഡെറിവേറ്റീവാണ്, വെലോസിറ്റി വെക്ടറാണ്, എസ് ആൽഫ ഓഫ് ടിനകത്ത് മെമ്പറാണ്. എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി എൻ ഓഫ് പി പെർപ്പിനകത്തുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എസ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ പെർപ്പാണ്. കാരണം അത് രണ്ടും ഓർത്തോഗണലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എൻ ഡയമെൻഷനാണ്, 1 ഡയമെൻഷനാണ്, കുറേ പ്രാവശ്യം പറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ എൻ ഓഫ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത ആൾക്കാരാണ് ഈ ആൽഫ ഡോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫ ഡോട്ടും എന്നും എന്താണ്, പരസ്പരം ഓർത്തോഗണലാണ്. ടാൻജൻറ്റും നോർമലും ഓർത്തോഗണലാണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇത് ആൽഫ ഡോട്ടാണ്, എൻ കോമ്പോസിറ്റ് ആൽഫ എഴുതാം. നമുക്കറിയാം ആൽഫ ഡോട്ട് അതാണ് വെലോസിറ്റി വെക്ടർ, ഡോട്ട് എൻ ഇത് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും 0ൻ്റെ ഡെറിവേറ്റീവും 0 അല്ലേ. സോ നമ്മൾ 0 ഈക്വൽ ടു ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് എഴുതി. നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണെന്ന്. ഇനി ഡെറിവേറ്റീവ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെറിവേറ്റീവാണ്. അപ്പോൾ നമ്മൾ സാധാ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതിന് ആ ഫസ്റ്റ്
പ്രോഡക്റ്റ് ജസ്റ്റ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് അതിൽ ഇതിനൊരു ടേമായിട്ടും ഇതിന് ആൽഫ ഡോട്ടിന് വേറൊരു ടേമായിട്ട് എടുത്തു എന്നിട്ട് നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ടേം കിട്ടി. ഇതിൽ നമുക്ക് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നോട്ടിന് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് എഴുതാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ള മാറ്റം. ഇനി ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിന് നമുക്ക് വി ആണെന്ന് അറിയാം, അതിന് വി എന്നും കൊടുത്തു. എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിന് ഡെൽ വി എൻ ആണെന്ന് നമുക്കറിയാം, അതും കൊടുത്തു. ഇനി ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് മൈനസ് ഇവിടെ ഡെൽ വി എന്നിന് നമുക്ക് എന്ത് പറയാം? എൽ പി ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡെൽ വി എൻ ആണ് അല്ലേ? അപ്പം ഡെൽ വി എന്നിനെ നമുക്ക് മൈനസ് എൽ പി ഓഫ് വി എന്ന് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മാറ്റം. ഇനി ലെഫ്റ്റ് സൈഡിൽ 0 അല്ലേ? ഈ പറയുന്ന ടേമിനെ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ഇൻറ്റു എൽ പി ഓഫ് വി ഈസ് ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് കിട്ടി. അപ്പോൾ അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ സാധനമാണ്. ആകെ 2-3 സ്റ്റെപ്പേ വരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത് പഠിച്ചാൽ മതി. ഇത് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഓർത്ത് വെച്ചാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി ഈ ഒരു പ്രൂഫിനകത്ത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അപ്പോൾ സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് ഓർത്ത് വെക്കണം. എൽ പി വി ഡോട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഡോട്ട് എൽ പി ഓഫ് ഡബ്ല്യു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പം 2 വെക്ടേഴ്സ് എൽ പി ഓഫ് വി ഡോട്ട് ഡബ്ല്യു ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് വി ഡോട്ട് എൽ പി ഓഫ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു മാപ്പ് എഫ് എന്ന് പറയുന്ന ഒരു മാപ്പ് എന്ന് വിചാരിച്ചു. എഫ് സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഇതാണ് സെൽഫ് അഡ്ജോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫിന് പകരം എൽ പി ആണെന്ന് മാത്രം. അപ്പം എൽ പി ഓഫ് വി ഡോട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എൽ പി ഓഫ് ഡബ്ല്യു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഫ് എന്ന് പറയുന്ന നമ്മളെ ഫംഗ്ഷൻ ഉണ്ട്, സ്മൂത്ത് ഫംഗ്ഷൻ ഉണ്ട്. ലെവൽ സെറ്റ് എസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ്. നമുക്കറിയുന്ന ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ. എൻ എന്ന് പറയുന്നത് ഡെൽ എഫ് ഓഫ് പി ബൈ നോം ഡെൽ എഫ് ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് തുടങ്ങേണ്ടത് എൽ പി ഓഫ് വി ഡോട്ട് ഡബ്ല്യു ആണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കറിയാം എൽ പി ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇത്രയും ഭാഗം മാത്രം നോക്കാം. എൽ പി ഓഫ് വി അതെന്താ? മൈനസ് ഡെൽ വി എൻ ആണ്. ഡോട്ട് ഡബ്ല്യു ഉണ്ട്, അത് ഡബ്ല്യു ഇട്ട് കൊടുത്തു. ഇനി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാന്നറിയാം, അത് നമുക്ക് ആവശ്യം. എൻ എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് ആവശ്യമുണ്ട്, അതാണ് ഇവിടെ ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഡെൽ വി എഫ് ബൈ നോം ഡെൽ എഫ് കൊടുത്തു, ഡോട്ട് ഡബ്ല്യു. ഇനി ഇവിടെ ഇപ്പം ഡെൽ എന്ന് പറയണത് ഡെൽ വി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു 2 വെക്ടേഴ്സ് വരുമ്പോൾ. ഇവിടെ നോക്കുക, ഡെൽ എഫ് എന്ന് പറയുന്ന ഒരു ടേമും ഉണ്ട്, ഡിവൈഡ് ബൈ നോം ഡെൽ എഫ് 2 ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഒന്ന് 1 ബൈ ഡെൽ എഫ് വരും, ഒന്ന് ഡെൽ എഫ് വരും. 1 ബൈ നോം ഡെൽ എഫും 2 ടേമിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡിഫറൻസിയേഷൻ കൊടുക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. അതിൻ്റെ കാരണമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, പ്രൊഡക്റ്റ് റൂൾ വരാനുള്ള കാരണം. അപ്പം ഈ 1 ബൈ ഡെൽ എഫിനും ഡെൽ എഫിനും രണ്ടിനും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സ്റ്റെപ്പ് വന്നു. ഓക്കെ, ഡോട്ട് ഡബ്ല്യു ഉണ്ട്, അത് 2 ടേമിന് ഇട്ട് കൊടുക്കുക, 2 എണ്ണത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റിൽ മാറ്റമില്ല, അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇനി ഈ ടേം നോക്കി, മൈനസ് ഡെൽ. അപ്പോൾ ഇതിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. മൈനസ് പുറത്തുണ്ട്, മൈനസ് ഡെൽ വി 1 ബൈ ഡെൽ എഫ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് പി ഡോട്ട് ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ടേം അല്ലേ, അതിനെഴുതി. പിന്നെ മൈനസ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു, മൈനസ് 1 ബൈ നോമ ഡെൽ എഫ് ഓഫ് പി ഡോട്ട് ഡെൽ വി ഓഫ് ഡെൽ വി എഫ് ഡോട്ട് ഡബ്ല്യു. അതായത് മേലെ കിട്ടിയ സാധനം മൈനസ് ഇട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് താഴത്തുനിന്ന് വൃത്തിയാക്കി എഴുതി വെച്ചെടുത്തു. ഓക്കെ, ഇനി ഇത് നോക്കുക, ഡെൽ എഫ് ഓഫ് പി ഡോട്ട് ഡബ്ല്യു. ഇതെന്താ? ഡെൽ എഫും ഡബ്ല്യുവും എപ്പോഴും ഓർത്തോളാം. കാരണം എന്താ? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ടാൻജൻ്റാണ്, ടാൻജൻ സ്പേസിനകത്തുള്ള എസ് പിനകത്തുള്ള ഡബ്ല്യു, വിയും ഡബ്ല്യു ഒക്കെ എസ് പിനകത്തുള്ള. അപ്പോൾ ടാൻജൻറ്റും ഡെൽ എഫും നോർമലാണ് അല്ലെങ്കിൽ ഓർത്തോഗണലാണ്. അപ്പം ഡെൽ എഫ് ഡോട്ട് ഡബ്ല്യു എന്ത് വരും? 0 വരും. അപ്പോൾ ഈ ഫസ്റ്റ് ടേം മൊത്തം 0 ആയി പോയേ. ഇനി ആരേ ഉള്ളൂ? ഈ ടേം മാത്രമേ ഉള്ളൂ, ഒരു മൈനസ് ഉണ്ടാവും അല്ലേ. -1 ഡെൽ എഫ് ഓഫ് പി, ആ സാധനം അതേപോലെ താഴത്തേക്ക് എടുത്തെഴുതി. ഇനി ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞ പോയിൻ്റ് അവിടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഡോ എഫ് ബൈ ഡോ x1, ഡോ എഫ് ബൈ ഡോ x2 എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn പ്ലസ്, അതല്ലേ ഡെൽ എഫ് ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡെൽ വി ഡെൽ എഫ് എന്നുള്ളതിൻ്റെ പകരം ആരെ കൊടുത്തു? ആ പറയുന്ന n+1 കമ്പോണൻറ്റ് നമ്മൾ കൊടുത്തു. ഡോട്ട് ഡബ്ല്യു ഉണ്ട്, അത് പുറത്തുണ്ട്. ഇനി ഇതിപ്പോൾ ഡെൽ വി ഒരു ഫംഗ്ഷൻ വന്നു, ഡെൽ വി ഡോ എഫ് ബൈ ഡോ എക്സ് എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഡെൽ വി എഫ് ആയിരുന്നെങ്കിൽ ഡെഫിനിഷൻ എന്താവുമായിരുന്നു? ഡെൽ എഫ് ഡോട്ട് വി അല്ലേ, നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ആ എഫ് ഉള്ളവിടുത്തെ എന്താണെന്ന് മാത്രം ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ആണെന്ന് മാത്രം. അപ്പം അത് മൈൻഡ് ആക്കണ്ട. ഡെൽ എഫ് ഡോട്ട് വി എന്ന് പറയുന്ന പോലെ തന്നെ ഡെൽ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഡോട്ട് വി എന്ന് എഴുതി. കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഡെൽ വി ഡോ എഫ് ബൈ ഡോ എക്സ് വൺ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, അതായത് ഡെൽ വി എഫ് രൂപത്തിലാണ് കിടക്കണേ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡെഫിനിഷൻ അറിയാം, ഡെൽ എഫ് ഡോട്ട് വി. അതേ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു, ഓരോ കമ്പൗണ്ടിനും അപ്ലൈ ചെയ്തു. പുറത്താരുണ്ട്? ഡോട്ട് ഡബ്ല്യു ഉണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോൾ എന്താ പറയണേ? ഇതിനെ വീണ്ടും ഗ്രേഡിയൻറ്റ് വെക്ടർ എടുക്കണം, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഓരോ വെക്ടറിനെയും. അതായത് വീണ്ടും ഡെൽ അപ്ലൈ ചെയ്യണം. ഡെൽ അപ്ലൈ ചെയ്യണമെങ്കിൽ n1 x1 x2 എക്സെട്ര xn+1 കമ്പോണൻറ്റിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അതല്ലേ വരുന്നത്. അപ്പം അത് മൊത്തം എഴുതുക പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പോണൻറ്റ്, ഈ ഒരു സാധനത്തിനെ തന്നെ n+1 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ചെയ്യണം. അപ്പോൾ അത് എഴുതിയാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സമ്മേഷൻ കൊടുത്തു. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ സാധനം പുറത്തുണ്ടേ, അത് മറക്കരുത്. എന്തായാലും ഇവിടെ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഡോട്ട് വി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ x1ലും x2ലും xn+1ലും എന്ത് ചെയ്യാണ്? പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ജെ വാരീസ് 1 to n+1 ഡോ എക്സ് ജെ പറഞ്ഞത്, അതായത് 1 ഫസ്റ്റ് വരുന്ന ടൈം എന്തായിരിക്കും ഇവിടെ? ഡോ സ്ക്വയർ എഫ് ഓഫ് പി ഡിവൈഡ് ബൈ ഡോ എക്സ് വൺ സ്ക്വയർ അല്ലേ, ഇൻറ്റു v1. ഇനി നെക്സ്റ്റ് വരുന്നതോ പ്ലസ് ഡോ സ്ക്വയർ എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡോ x2 ഡോ x1 മാറ്റില്ല, പക്ഷേ ജെ എന്ന് പറയുന്നത് 1 to n+1 കമ്പോണൻറ്റിലും വേരി ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ കമ്പോണൻറ്റ് നമ്മൾ ചെയ്യുക. അങ്ങനെ എല്ലാ കമ്പോണൻറ്റിലും n+1 കമ്പോണൻറ്റിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഡോ എഫ് എന്ന് പറയുന്നത് ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? n+1 വേരിയബിൾസിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. n+1 എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? സമ്മേഷൻ എഴുതിയ, കാരണം ഇവിടെ n+1 കമ്പോണൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ കമ്പോണൻസിനും n+1 ടേംസ് എഴുതണ്ടേ, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? സമ്മേഷൻ ഇട്ടെടുത്തു എഴുതുന്നതിന് പകരം. ഡോട്ട് ഡബ്ല്യു പുറത്തുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇനി ഡബ്ല്യു എന്ന് പറയുന്ന ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു വെക്ടറാണ്, Rn+1 വെക്ടറാണ്. അപ്പോൾ n+1 കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് W1 W2 എക്സെട്ര Wn+1 എഴുതി. ഇനി ഇതിന് ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, ഓരോ ടേമിനെയും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടും. ജസ്റ്റ് ആ സമ്മേഷനടുത്ത് ഐയും ജെയും കൂടി ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതാണ് ടേം കിട്ടുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ടേമിലേക്കാണ് അല്ലേ. ഓരോ ടേമിനെയും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ VJ എന്ന് പറയുന്ന ടേം ആയിരിക്കും ഇവിടെ വരും അല്ലേ. ഇത് ഓരോ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ഈ ഒരു കമ്പോണിനകത്തെയും സാധനങ്ങളങ്ങനെ കറസ്പോണ്ടിങ് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം ആ സമ്മേഷൻ ആദ്യം ജെയിലേ വാരി ചെയ്തിരുന്നുള്ളൂ, ഐയിലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഐ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി റൺ ചെയ്യുന്നത്? ഡബ്ല്യുവിന് വേണ്ടിയിട്ടുള്ളത് WIയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടേക്ക് കിട്ടി. ഇല്ല, നമുക്ക് വി എന്താണെന്നറിയാം, ഡബ്ല്യു എന്താണെന്നറിയാം. ഇനി നമുക്ക് ഇതിപ്പോൾ എന്താ അവിടെ ലെഫ്റ്റിൽ എന്താ ഉള്ളത്? LP ഓഫ് വി ഡോട്ട് ഡബ്ല്യു ആ. LP ഓഫ് വി ഡോട്ട് ഡബ്ല്യു, ഇതാണ് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള സാധനം. ഇനി നമുക്ക് ജസ്റ്റ് വിയും ഡബ്ല്യുയോട് ഇൻ്റർചേഞ്ച് ചെയ്ത് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? LP ഓഫ് ഡബ്ല്യു ഡോട്ട് വി എന്ന് എഴുതിക്കൂടെ? വിയും ഡബ്ല്യുവും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ പോരെ. അപ്പം അത് ഇവിടെ എഴുതി LP ഓഫ് ഡബ്ല്യു ഡോട്ട് വി. ഡബ്ല്യുവും വിയും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി അങ്ങനെ നമുക്ക് LP ഓഫ് ഡബ്ല്യു ഡോട്ട് വി എന്ന് എഴുതാം. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് വി ഡോട്ട് LP ഓഫ് ഡബ്ല്യു എന്നാക്കാമല്ലോ അല്ലേ. അതാണ് ഈ ലെഫ്റ്റിൽ എഴുതിയിട്ടുള്ളത്. വി ഡോട്ട് LP ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതായത് എ ഡോട്ട് ബിനെ നമുക്ക് ബി ഡോട്ട് എ എന്ന് എഴുതാം അല്ലേ. അപ്പം വി ഡോട്ട് LP ഓഫ് ഡബ്ല്യുവിനെ LP ഓഫ് ഡബ്ല്യു ഡോട്ട് വി എന്ന് എഴുതി. ഇനി LP ഓഫ് ഡബ്ല്യു ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തെ കാണുന്നതിൽ വിയും ഡബ്ല്യുവും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക, അതിങ്ങനെ കിട്ടി. ഈ സാധനം എന്ന് പറയുന്നത് ഇതിനോട് തന്നെ ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടി? LP ഓഫ് വി ഡോട്ട് ഡബ്ല്യു ഈക്വൽ ടു വി ഡോട്ട് LP ഓഫ് ഡബ്ല്യു. അതായത് നമുക്ക് ലെഫ്റ്റ് ഇത് ഈക്വൽ ടു ഇപ്പം നേരത്തെ ഈ സെയിം സാധനം എന്ന് കിട്ടിയില്ലേ. അപ്പം അത് നമുക്ക് എന്തെഴുതാം?
സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് എഴുതിക്കുക. സ്റ്റെപ്പുകൾ നേരെ നോക്കുക. ലാസ്റ്റിലുള്ളൊന്നുമില്ല, ജസ്റ്റ് വിയും ഡബ്ല്യുവും അങ്ങോട്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പം LP ഓഫ് വി കിട്ടി. അതെന്ത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്ത് എന്ത് തന്നെയാണ് നേരത്തെ ഈ ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ V.J ആയാലും W.V ആയാലും സെയിം തന്നെയല്ലേ. അപ്പം നേരത്തെ കിട്ടിയത് സെയിം സാധനം എവിടുന്നാണ് തുടങ്ങിയ LP ഓഫ് V.W അത് തന്നെയാണ് ഇപ്പോൾ ഈ കിട്ടിയതെന്ന് കൂടി എഴുതി വെച്ചു. അപ്പോൾ ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ്, LHS ഈക്വൽ ടു RHS. സോ നമുക്ക് എന്താണ് സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഒന്നുകൂടി ആ സ്റ്റെപ്പുകൾ എഴുതി തന്നെ നോക്കുക. അങ്ങനെ നോക്കിയിരുന്നുകൊണ്ട് അത് ഒരിക്കലും മനസ്സിലാവില്ല. ഓരോ സ്റ്റെപ്പുകൾ എഴുതുക, അത് എന്തുകൊണ്ട് വന്നു എന്ന് പിന്നെ വീഡിയോയിൽ പറയുന്നത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തു നിന്ന് വരാവുന്ന ഒരു ഇതാണ്. ഡെറിവേറ്റീവ് കാണാൻ ചിലപ്പോൾ ചോദിക്കാം. ∇V(x). അപ്പോൾ x എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. x1 x2 എന്ന് പറയുന്നത് x1 x2 ആണ് പോയിൻ്റ്. ഇതാണ് വെക്ടർ വരുന്നത്. ഫസ്റ്റ് x1 x2ൻ്റെ പ്രൊഡക്റ്റ്, പിന്നെ x2². ഇങ്ങനെയാണ് സാധനം വരുന്നത്. v എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്. ഇതിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. p എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. v എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്നത് നമ്മുടെ p ആണ്. ആൻഡ് 01 ഇതാണ് P01, ഇതാണ് v എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ∇V(x) കാണണം. ഓക്കെ, ∇V(x) കാണാൻ നമുക്ക് ∇V R2 എന്ന് R2ലേക്കാണ്. സോ ∇V(x1) ∇V(x2) രണ്ടിനും വേണം. ഇനി ∇V(x1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് x1, ഇതാണ് x2 അല്ലേ. ഫസ്റ്റ് കമ്പോണൻ്റ് x1 പിന്നെ x2. അപ്പോൾ ആദ്യം നമ്മൾ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 × x2 ആണ്. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x2 എന്ന് പറയുന്നത് x2² ആണ്, ക്യാപിറ്റൽ X2 എന്ന് പറയുന്നത്. അപ്പോൾ ∇V(x2² എന്ന് എഴുതി. ഇനി അതോ ∇VF എന്നുള്ളതിനെ നമുക്ക് ∇F.V എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x1 x2 ആണ്. ഡോട്ട് v എന്ന് എഴുതി. ∇x1 x2 ഡോട്ട് v, ∇x2² ഡോട്ട് v. ജസ്റ്റ് എൻ്റെ ഇക്വേഷൻ ഇട്ടെടുത്തു. ഇനി നമുക്ക് ഇതെന്താണെന്ന് അറിയണം അല്ലേ. ∇x1 x2 കാണണം. അതെന്താ P(x2 x1). അതെങ്ങനെയാണ് കിട്ടിയത്? സിമ്പിളാണ്. x1 x2 എന്ന് പറയുന്നത് എന്നെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനല്ലേ പറയുന്നത്. അപ്പോൾ p എന്ന് പറഞ്ഞ പോയിന്റിലാണ്. സോ നമ്മൾ p ഇട്ടെടുത്തു. ഇനി x1 x2 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1 ചെയ്യുമ്പോൾ എന്ത് വരും? x2 മാത്രം വരും. അപ്പോൾ x2 വരും. ഇനി x1 x2നെ x2ൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻറ്റ് x1 ആയിട്ട്. അപ്പം x1 പാർഷ്യൽ ഡെറിവേറ്റീവ് അറിയില്ലേ. അപ്പം അതാണ് ഈ ടേം വരുന്നത്. ഇനി ഓഫ് p അപ്ലൈ ചെയ്യുക. p എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാ? p എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട്. v എന്ന് പറയുന്നത് 1001 എന്നാണ്. അപ്പം അതിൽ p എന്ന് പറയുന്നത് 10 ആണ്. സോ 10 പറയുന്നത് x1 1 ആയിട്ടും x2 0 ആയിട്ടും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വെക്ടർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന സാധനം. ഓക്കെ, ∇V(x) ആണ് കാണേണ്ടത്. അതിൽ p ഓക്കെ. അതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, P01 എന്ന് പറയുന്നത്. ഇനി ഒരാളും കൂടി കാണാനുണ്ട്, ∇x² ഓഫ് P.V എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല അല്ലേ, അതെടുക്കണം. ഇതിവിടെ നിൽക്കട്ടെ. ഇനി ∇x2² കാണണം. ∇x2² p ഉണ്ടായിരിക്കും. x2²നെ വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റ് ചെയ്ത x1ൻ്റെ ടേം ഇല്ല. സോ 0 വരും. ഇനി x2നെ വെച്ചിട്ട് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x2 വരും. ഇതിൽ നമുക്കറിയാം 10 ആണ് പോയിൻ്റ്. x1 എന്ന് പറയുന്നത് 1ഉം x2 എന്ന് പറയുന്നത് 0ഉം. അപ്പോൾ P0 to x2 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം x2 0 ആണ്. അപ്പോൾ P00 എന്ന് പറയുന്നത് എന്ത് കിട്ടി? അടുത്ത ഇത് കിട്ടി. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. നമുക്ക് ∇x1 x2 ഓഫ് p മാത്രം പോരല്ലോ, ഡോട്ട് v കൂടി വേണ്ടേ. ഇപ്പോൾ v എന്ന് പറയുന്ന ആളെയും കൊണ്ട് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. അതായത് P01 ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ∇x1 x2. അതിനെ P01 ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. കാരണം അതാണ് v അല്ലേ. v നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? P0011. p നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കളയാറുണ്ട്. 0 × 0 പ്ലസ് 1 × 1, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. അതുപോലെ തന്നെ ∇x² എന്ന് പറയുന്നത് ഇതവിടെ, ഇതാണ് ∇x² എന്ന് പറയുന്നത്. അതിൽ ഡോട്ട് v ചെയ്യുക. അപ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് വേണ്ടിയിരുന്ന ടേമോ ഒന്നാമത്തെ ഇക്വേഷനകത്ത് കൊടുക്കുക. p എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിർത്തി. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 കിട്ടി, ഇതിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കിട്ടി. അപ്പോൾ 10p. ഇതാണ് നമ്മുടെ ∇V(x). സിമ്പിളാണ്, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ∇V(x) കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം.